ദൈവദൂതന്മാർ ദൈവം അല്ല. അവർ ആരാധനയ്ക്കോ മഹത്വത്തിനോ സ്തുതികൾക്കോ യോഗ്യരല്ല. അതിന് യോഗ്യൻ യേശു മാത്രമാണ്. ലിസൺ, ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൈന്യമാണ്. ഒരിക്കലും ദൂതന്മാരോട് പ്രാർത്ഥിക്കാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ദൂതന്മാരോട് പ്രാർത്ഥിക്കരുത്. ഒരു ദൂതന്മാരുടെയും നാമത്തിൽ മധ്യസ്ഥ ചെയ്യരുത്. ദൂതന്മാരല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്. യേശു എന്ന ഏക സത്യനാമമാണ്. ദൂതന്മാർ ലിസൺ ദൂതന്മാർ പ്രവർത്തിക്കുന്നത്, ആ കുറിവാക്യം ഇന്ന് എടുത്തത് മറന്നു പോകരുത്, ദൈവത്തിന്റെ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന അവന്റെ വീരന്മാരായ ദൂതന്മാർ. ദൈവത്തിന്റെ സൈന്യമാണ് ഏഞ്ചൽസ്. ഇനി പ്രധാനമായും 5 കാറ്റഗറിയിൽ 5 ഡിപ്പാർട്ട്മെന്റുകൾ, ദൂതന്മാരുടെ 5 ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ ദൈവദൂതന്മാർ, ഏഞ്ചൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കാകെ അറിയാവുന്നത്, എന്നെ കേൾക്കുന്നുണ്ടോ? ചിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം, ഇത്രയും നേരം സീരിയസ് ആയിരുന്നല്ലോ. നമുക്കാകെ അറിയാവുന്നത് ഈ ക്രിസ്മസ് കാർഡിനകത്തിരിക്കുന്ന ദൂതനെയാണ്. പണ്ട് ക്രിസ്മസ് കാർഡ് മേടിച്ചിട്ടുണ്ടോ? ക്രിസ്മസിന് നമുക്ക് കാർഡ് കിട്ടുമല്ലോ, അതിനകത്ത് ഇങ്ങനെ ബനിയനൊക്കെ ഇട്ട് ഈ ഹെബൻ വായിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ ഒരു ട്രംപറ്റും പിടിച്ചിരിക്കുന്ന ആളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? കണ്ട് നമ്മൾ പടമൊക്കെ വരയ്ക്കും, കണ്ടിട്ടില്ലേ? ഒരു കുഞ്ഞു സാധനം, ചെറിയ ഒരു ബനിയൻ പോലൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ട്രംപറ്റും ഒക്കെ ഊതി ഇങ്ങനെ 2 കുഞ്ഞ് ചിറക് വെച്ച് അത് മാത്രമാണ് നമ്മുടെ മൈൻഡിലിരിക്കുന്നേ. എൻ്റെ സഹോദരങ്ങളെ, അതൊക്കെ ആരാണ്ട് വരച്ചു വെച്ചതാ. ഈ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞാൽ, അവന്റെ സൈന്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് വരയ്ക്കാൻ പോലും പറ്റുകയില്ല. ഞാൻ ഈ യൂട്യൂബിനകത്തും ഗൂഗിളിനകത്തും ഒക്കെ ഏഞ്ചൽസിനെ കുറിച്ചുള്ള പിക്ചറുകളും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ അവർ വരച്ചിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യായിരുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ അതൊന്നും അല്ല, അതിനൊക്കെ അപ്പുറം. ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, ദൈവത്തിന്റെ സൈന്യം ഇതാണെങ്കിൽ സൈന്യാധിപൻ എന്നായിരിക്കും? ഈ മീറ്റിംഗിന്റെ ഏറ്റവും ഒടുവിൽ സർവ്വ സൈന്യാധിപൻ യേശു പാടണം. ദൈവത്തിന്റെ സൈന്യം ഇതാണെങ്കിൽ സൈന്യാധിപൻ ആരായിരിക്കും? ഇനി 5 കാറ്റഗറി പറയാൻ പോകും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. എല്ലാ ആഴ്ചയും ഗാനാവിലെ കല്യാണം നമ്മൾ എത്രയോ തവണ കൂനയായ സ്ത്രീയെ ഇവിടെ നിവർത്തി. നമുക്ക് ഇന്ന് ഇത് കേൾക്കാം. ഒന്ന് കൈയടിച്ച്. ഹല്ലേലൂയ. നമുക്ക് ഈ കൂനയായ സ്ത്രീ നിവർന്നതും രക്തസ്രവക്കാരി വസ്ത്രത്തിന്റെ തൊങ്കിലെ തൊട്ടതൊക്കെ കേൾക്കാൻ ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു ലോർഡ് ജീസസ്. 5 ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഏഞ്ചലിക്. ഒന്നാമതായി ആർക്കേഞ്ചൽസ് അഥവാ പ്രധാന ദൂതന്മാർ. എല്ലാവരും സഭ ചേർന്ന് പറഞ്ഞേ, പ്രധാന ദൂതന്മാർ. രണ്ടാമതായി സാറാഫുകൾ. 3 കെരൂബുകൾ. 4 സംരക്ഷിക്കുന്ന ദൂതന്മാർ അഥവാ ഗാർഡിംഗ് ഏഞ്ചൽസ്. സംരക്ഷിക്കുന്ന ദൂതന്മാർ. 5ാമതായി ലിവിംഗ് ക്രീച്ചേഴ്സ് അഥവാ ജീവികൾ. ആ ജീവികളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. 5 കാറ്റഗറി ഏഞ്ചൽസിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. 1 പ്രധാന ദൂതന്മാർ അഥവാ ആർക്കേഞ്ചൽസ്. 2ാമതായി സറാഫുകൾ. 3ാമതായി കെരൂബുകൾ. 4ാമതായി ഗാർഡിംഗ് ഏഞ്ചൽസ് അഥവാ സംരക്ഷിക്കുന്ന ആത്മാക്കൾ, സംരക്ഷിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ദൂതന്മാർ. 5ാമതായി ലിവിംഗ് ക്രീച്ചേഴ്സ് അഥവാ ജീവികൾ. ഇതിൽ ആർക്കേഞ്ചൽസ് പ്രധാന ദൂതന്മാർ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. ആ പ്രധാന ദൂതന്റെ പേരാണ് മീഖായേൽ. നമ്മുടെ സംസ്ഥാനത്ത് നോക്കുമ്പോ നമ്മുടെ സംസ്ഥാനത്തെ പ്രൊട്ടക്ട് ചെയ്യുവാൻ പോലീസ് അധികാരികളുണ്ട്. ഏറ്റവും ടോപ്പിലിരിക്കുന്ന റാങ്ക് ആർക്കാന്നറിയാമോ? DGP. പറഞ്ഞ DGP ടോപ്പ് ഓഫീസറാണ്. DGP യുടെ താഴെ ADGP.
ADGPയുടെ താഴെ DIG, DIGയുടെ താഴെ SP, SP-യുടെ താഴെ DYSP, DYSP-യുടെ താഴെ CI, CI-യുടെ താഴെ SI, SI-യുടെ താഴെ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ASI, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ. ഹല്ലേലൂയ. ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിവിധ കാറ്റഗറി ഉണ്ട്. ഒരിക്കലും ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഒരു പോക്കറ്റ് അടി നടന്നെന്നറിഞ്ഞ് DGP വരത്തില്ല. ഇതിൽ കൂടുതൽ ഞാൻ ഈ വിവറ്റകളെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. DGP എന്ന് പറയുന്നത് ഹയർ റാങ്ക് ആണ്, കമാൻഡിംഗ് ആണ്. അവരെല്ലായിടത്തും എൻട്രി ചെയ്യത്തില്ല. അവരെൻട്രി ചെയ്യുന്നത് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന അധികാരിയിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്നോ പ്രധാനമന്ത്രിയിൽ നിന്നോ ഒക്കെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടുമ്പോഴാണ് അവർ രംഗത്ത് വരുന്നത്. ഇനി മനസ്സിലായില്ലയോ? ഞാൻ ഹല്ലേലൂയ. മീഖായേൽ പ്രധാന ദൂതനാണ്, പ്രധാന ദൂതൻ. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഈ പ്രധാന ദൂതന്റെ ശബ്ദത്തിന്റെ മുൻപിൽ, കർത്താവിന്റെ ഗംഭീരനാദത്തിന്റെ മുൻപിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അവിടെ എന്തിനാണ് അവിടെ പ്രധാന ദൂതനെ കൊണ്ടുവരുന്നത്? പ്രധാന ദൂതൻ ശബ്ദമുണ്ടാക്കുന്നത് എന്തിനാണ്? കാരണം ഈ ഭൂമിയിൽ മരിച്ചവർ ഉയർക്കുന്ന സമയത്ത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു യുദ്ധമുണ്ട്. പൈശാചിക തലങ്ങൾ അസ്വസ്ഥമാകുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ സാഹചര്യത്തിൽ പ്രധാന ദൂതൻ രംഗത്ത് വന്നാണ് മുഴുവൻ ഡിമോണിക് ഇൻഫ്ലുവൻസുകളെ ബ്രേക്ക് ചെയ്ത് ക്രിസ്തുവിൽ മരിച്ചവരെ ഈ ആനയും പന്നിയൊക്കെ ഓടിക്കാൻ കേൾക്കുന്നുണ്ടോ? ചില ശബ്ദങ്ങൾ വെക്കും. ആ ശബ്ദങ്ങൾ വെക്കുമ്പോൾ പന്നിക്കൂട്ടം ഓടിപ്പോവും. ആ ശബ്ദം വെക്കുമ്പോൾ പന്നിക്കൂട്ടം ഓടിപ്പോവും. അതിനുവേണ്ടി ഇപ്പം പലയിടത്ത് കൃഷി ഉള്ളിടത്ത്, വയനാട് ഈ ഭാഗങ്ങളിലൊക്കെ അതിന്റെ ഇലക്ട്രിക് സാധനങ്ങൾ അവർ മേടിച്ചു വെച്ചിരിക്കുക, സെറ്റ് ചെയ്ത്. ഇത് രാത്രിയിലൊക്കെ ഇരുന്ന് അടിക്കുമ്പോൾ പന്നിക്കൂട്ടം വരുമ്പോൾ ഈ ശബ്ദം കേട്ട് പന്നിക്കൂട്ടം ഓടിപ്പോവും. പ്രധാന ദൂതന്റെ വോയിസ് കേട്ട പിശാചിന് ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റുകയില്ല. ഇതിനകത്ത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം, ഒരു സംഭവം പറയാം. മോശ മരണപ്പെട്ടു. മോശയെ അടക്കിയതാരാ? ഏത് സഭയാ മോശയെ അടക്കിയേ? ആരും ഇല്ലേ ഇവിടെ? മോശ ആരാ അടക്കിയേ? മക്കളെ, ഇനി ഇവിടുന്ന് പോണോന്നുള്ളവർക്കും ഒരു 10 മിനിറ്റത്തേക്ക് എഴുന്നേക്കല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് കയറുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത്ര അത്യാവശ്യമാണെങ്കിലും മൂവ് ചെയ്യാവും. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് പോക്കണം. സ്തോത്രം. പ്രധാന ദൂതനായ മീഖായേലിനെ എന്തിനു വേണ്ടിയാണ് മോശയെ ദൈവം അടക്കുന്ന സമയത്ത്? മോശയെ അടക്കിയത് ഒരു സംഘടനയല്ല, ഒരു മനുഷ്യനല്ല, ദൈവത്തിന്റെ കരം തന്നെയാണ് മോശയെ അടക്കം ചെയ്യുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. കാരണം മോശയുടെ ശരീരത്തോട് പിശാചിനൊരു വാശിയുണ്ട്. മോശ ആയിരങ്ങളെ, 10,000-ങ്ങളെ വിടുതലിലേക്ക് നയിച്ച മനുഷ്യനാണ്. പക്ഷെ എന്തുകൊണ്ട് സാത്താൻ മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചു? അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂദായുടെ പുസ്തകം 9-ാം വാക്യത്തിലാണ്. ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദായുടെ പുസ്തകം 9-ാം വാക്യത്തിലാണ്, 1:9 അങ്ങനെ പറയാം. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫലിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ?
മോശയുടെ അടക്കത്തിന്, എന്നെ കേൾക്കുന്നോ നിങ്ങൾ? Yes. Amen. Amen. മോശയുടെ അടക്കത്തിന് വന്ന് നിൽക്കുന്നത് മൈക്കിളാണ്, പ്രധാന ദൂതനാണ്, DGP ആണ്. Amen. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചാൽ ചിലപ്പോൾ 1-2 പോലീസുകാർ വരുമായിരിക്കും. പക്ഷെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ മരണപ്പെട്ടാൽ അവരുടെ ബോഡിയുടെ അടുത്ത് ഏറ്റവും ഉയർന്ന ഓഫീസർമാർ നിൽക്കും. എന്തുകൊണ്ടാണ് മോശയുടെ ശരീരം അടക്കിയപ്പോൾ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ദൂതൻ വന്നത്? ബിക്കോസ് മോസസ് ഈസ് എ ജനറൽ. ഈ ആത്മതലത്തിൽ ജനറൽ റാങ്കിങ്ങിൽ നിൽക്കുന്ന മനുഷ്യനാണ് മോശ. ജീസസ്. ആ മോശയുടെ ശരീരത്തിന് വേണ്ടി അത് അടക്കം ചെയ്യുമ്പോൾ പിശാച് വാദിക്കാൻ വന്നിരിക്കുന്നു. കാരണം പിശാചിന് പറയാനുണ്ട്, ഇവൻ പാറയോട് നീ കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് ഇവൻ ദേഷ്യം വന്ന് പാറയെ അടിച്ചു. പിശാചിന് പറയാനുള്ള സാധനമാണ്. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ പാറയെ അടിച്ചു. ഹല്ലേലൂയ. മിസ്രൈമ്യ പാളയത്തിൽ ചെന്ന് ഒരുത്തനെ തിരുത്തി ഉപദേശിക്കാനുള്ളിടത്ത് അവന്റെ തലയ്ക്ക് അടിച്ചു കൊന്നു. നിന്റെ കൽപ്പനകൾ ലഭിച്ച കൽപ്പലകകൾ ഇവനെ എറിഞ്ഞു പൊട്ടിച്ചു. അത് വെള്ളത്തിൽ കലക്കി ആളുകളെ കുടിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഇവന്റെ ശരീരം എന്റെ കസ്റ്റഡിയിലാ എന്ന് പറയാൻ പൈശാചിക ലോകം നിൽക്കുമ്പോൾ ദൈവം തന്റെ പ്രധാന ദൂതനായ മീഖായേലിനെ അയച്ച്, സത്യത്തിൽ മീഖായേൽ അവിടെ നിന്ന് വാദിക്കുന്ന മുഴുവൻ പിശാചിനെ ഈ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോശയുടെ ശരീരത്തെ കുറിച്ച് ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ പിശാചേ നിനക്ക് വാ തുറക്കാൻ അനുവാദം തരാതെ യഹോവയുടെ ദൂതൻ തന്റെ അഭിഷിക്തനെതിരെ വാ തുറക്കാൻ അനുവാദം തരാതെ. അങ്ങനെയാ മോശയുടെ ശരീരം പ്രധാന ദൂതനായ മീഖായേലിന്റെ സാന്നിധ്യത്തിലാണ് അടക്കുന്നത്. ഇതേ പ്രധാന ദൂതനെ തന്നെയാണ് എന്നെ നിങ്ങളെ ഉയർപ്പിക്കുന്ന സമയത്ത് മധ്യാകാശത്തിൽ ദൈവം കൊണ്ടുവരാൻ പോന്നേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, പ്രത്യാശയുള്ള ദൈവമക്കൾ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും. ഇനി കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? നിങ്ങൾ ക്രിസ്മസ് കാർഡിൽ കാണുന്ന ആളല്ലത് കേട്ടോ. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പ്രധാന ദൂതനെ ചെറുതായിട്ടൊന്ന് കണ്ടായിരുന്നു. അടുത്തിരിക്കുന്ന പറഞ്ഞ ദാനിയേൽ ചെറുതായിട്ടൊന്ന് കണ്ടായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം, മോനെ സമയമില്ലാത്തോണ്ട് കേട്ടോ, 13-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. കേൾക്കുന്നോ നിങ്ങൾ? അറിവിധി പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവര് കേൾക്കേണ്ട മെസ്സേജിലേക്ക് വരികയാണ്. ദാനിയേൽ പ്രാർത്ഥിക്കാനിരുന്നു. ദാനിയേൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാനിരുന്ന അന്ന് തന്നെ, ആ ദിവസം തന്നെ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ ദ മെസ്സഞ്ചർ, ഗബ്രിയേൽ മാല പറഞ്ഞ ഗബ്രിയേൽ മാലാക മറിയത്തിന്റെ അടുക്കൽ വന്ന അതേ ഗബ്രിയേൽ ദാനിയേലിന് മറുപടിയുമായി വന്നു. പ്രാർത്ഥിച്ചതിന്റെ അന്ന് തന്നെ വന്നു. പക്ഷേ മേളിലോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കും, മനസ്സിലാകും. ഈ മറുപടി ദാനിയേലിന്റെ അടുക്കൽ എത്തിക്കാതെ പാഴ്സി പ്രഭു എന്ന് പറയുന്നത് ദ കിങ്ഡം ഓഫ് പേർഷ്യ, ഓരോ പട്ടണത്തിലും ഓരോ രാജ്യത്തിലും നിങ്ങൾക്കും എനിക്കും കാണാൻ കഴിയാതെ ആ പട്ടണത്തെ രാജ്യത്തെ വാഴുന്ന ഒരു അദൃശ്യ ലോകമുണ്ട്. നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിജയിച്ചു. കാരണം പൗലോസ് അപ്പോസ്തലൻ ആക്രമിക്കപ്പെട്ടപ്പോൾ, എല്ലാരും പറഞ്ഞേ പൗലോസ് ആക്രമിക്കപ്പെട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ മനുഷ്യർക്കും ദൈവദൂതന്മാർക്കും കൂത്തുകാഴ്ചയായി എന്ന്. ഇപ്പം പൗലോസിനെ ഇവിടെ നിൽക്കുന്ന ഒരാളിനെ
someone is coming. ഒരാൾ വാ, come quickly. ഈ മനുഷ്യനെ ഇവിടെ come here. ഈ മനുഷ്യനെ ഇദ്ദേഹം ഒരു ദൈവദാസനാണ്. ഇദ്ദേഹത്തെ ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ ആക്രമിക്കുകയാണ്. ആക്രമിച്ചപ്പോൾ ആ മനുഷ്യൻ ഉച്ചത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ ആക്രമിച്ചത് മനുഷ്യരുടെയും ദൂതന്മാരുടെ മുമ്പിലാണ് ഞാൻ കൂത്തുകാഴ്ചയത്. എന്ന് വെച്ചാൽ എന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ മാത്രമല്ല കണ്ടേ, ഐ ക്യാൻ സീ ദ ഏഞ്ചൽസ് ഈസ് വിത്ത് മീ. ആമേൻ, ആമേൻ. Yes, thank you. Hallelujah. Hallelujah. ഗബ്രിയേൽ മറുപടിയുമായി വന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പലതിനും മറുപടി വരുന്നുണ്ട്, പക്ഷെ അതിനെ തടയുന്ന ശക്തികളുണ്ട്. Amen. Yes. അത് നിങ്ങളുടെ പക്കൽ എത്തിക്കാതെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ദേശശക്തികളുണ്ട്, ആമേൻ. കുടുംബത്തിന്റെ പാരമ്പര്യ ശക്തികളുണ്ട്, Yes. ഒരു പൈശാചിക ലോകമുണ്ട്. Amen. ദാനിയേൽ ഒരിക്കലും 21 ഇരുന്നതല്ല. നമ്മൾ പറയത്തില്ലേ 21. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചതല്ല. 1-ാം ദിവസം പ്രാർത്ഥിച്ചു, ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു, അന്നും മറുപടി കിട്ടിയില്ല, പൈശാചിക ശക്തി തടഞ്ഞു, പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ 21-ാമത്തെ ദിവസം ആയപ്പോ ഗബ്രിയേലിന് മനസ്സിലായി ഈ ശക്തിയുമായി ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റുന്നില്ലെന്ന്. ഉടനെ താഴോട്ട് വായിക്കുമ്പം അവിടെ എഴുതിയിട്ടുണ്ട്, പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ചു വന്നു. ലിസൺ, താഴെ വായിക്കുമ്പോൾ നമുക്കറിയാം ആ പ്രാർത്ഥനയുടെ മറുപടി ദാനിയേലിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എസ് പിയും ഡിവൈഎസ്പിയും എല്ലാരും കൂടെ യുദ്ധം ചെയ്യുക, ഒന്നും നടക്കുന്നില്ല, തടയാൻ പറ്റുന്നില്ല. അവസാനം സ്ഥലത്തെ SI DGPയെ വിളിക്കുകയാണ്. അവിടെ പ്രധാന ദൂതൻ വന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, രക്ഷപ്പെടാവുള്ള അല്ല, നിങ്ങൾ ചിന്തിച്ചോളാം. അവിടെ പ്രധാന ദൂതൻ വന്നു. മീഖായേൽ അവിടെ വന്നതും ഈ ശക്തികൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ആമേൻ. മീഖായേൽ ആ ശക്തികളെ പാഴ്സി ദേശശക്തികളെ വെട്ടി, പ്രധാന ദൂതൻ ദേശശക്തിയെ വെട്ടി. The same angels. ഒന്ന് കരമടിച്ച് ആത്മാവിൽ ഒന്ന് സ്വീകരിച്ചേ. നിന്റെ ഭവനത്തിന് മീതെ നിന്റെ പ്രാർത്ഥനകളുടെ മറുപടികളെ തടയുന്ന മുഴുവൻ ശക്തികളെ 21-ാം വാക്യം നോക്കിയേ. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോട് കൂടെ ഉറച്ചു നിൽക്കാൻ ആരുമില്ല. മീഖായേൽ, you are the prince. You are the prince of the angels. Amen. Thank you Lord Jesus. Thank you Jesus. Thank you Lord Jesus. മക്കളെ, ഇത് ദൈവത്തിന്റെ സൈന്യമാ. ഇന്ത്യക്കാരാ, ഇവിടുത്തെ സൈന്യം നിങ്ങളുടെ കൂടെയാ. Amen. അമേരിക്കൻ സിറ്റിസണിൽ നിൽക്കുന്നവരെ, അമേരിക്കൻ സൈന്യം നിങ്ങളുടെ കൂടെയാ. ദൈവരാജ്യത്തിൽ നിൽക്കുന്നവരെ, ഈ സൈന്യം നിന്റെ കൂടെയാ. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? These angels are working for you. Hallelujah. പക്ഷെ പെട്ടെന്ന് വായിച്ചോ. രണ്ടാമത്തെ കൂട്ടരാണ് സാറാഫുകൾ. പറഞ്ഞേ, സാറാഫുകൾ. സാറാഫുകൾ. എന്താണ് സാറാഫുകളുടെ പ്രത്യേകത? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെസ്, റീഡ് ഇറ്റ്. ഉസ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ. ദൈവദാസനെ, ഇതെല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള വാക്യ, അതുകൊണ്ട് ഇവർക്ക് ഇതിനകത്തൊരു സീരിയസ്നെസ്സും ഇല്ല. Amen. ഇവിടെ നിങ്ങൾ കാണുന്നത് ഹെവന്റെ
സ്വർഗത്തിന്റെ ചിത്രമാണ്. Amen. Jesus. 24/7. അവിടെ സമയമില്ല, ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. സ്വർഗത്തിൽ വർഷവും സമയമൊന്നുമില്ല. എപ്പോഴും രണ്ട് കൊണ്ട് ചിറകടിച്ച്, രണ്ട് ചിറകുകൾ കൊണ്ട് പാദം മൂടി, രണ്ട് ചിറകുകൾ കൊണ്ട് മുഖം മൂടി, ദൈവത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ ആ വിശുദ്ധിയുള്ള ദൂതന്മാർക്ക് കഴിയുന്നില്ല. അവർ ഒരുത്തനോട് ഒരുത്തൻ പറയുകയാണ്, ഈസ് ഹോളി, Amen. ഹോളി, ഹോളി. ദൈവം പരിശുദ്ധൻ. ആരാധനയുടെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ് സാറാഫുകൾ കൈകാര്യം ചെയ്യുന്നത്. Amen. മൂന്നാമത്തെ കൂട്ടർ, ഞാൻ സമയമില്ലാത്തോണ്ട് പോവുകയാണ്. മൂന്നാമത്തെ കൂട്ടരാണ് കെരൂബുകൾ. പറഞ്ഞേ കെരൂബുകൾ. കെരൂബുകൾ. ശബ്ദമുയർത്തി പറഞ്ഞേ കെരൂബുകൾ. കെരൂബുകൾ. ഈ വീണുപോയ ദൂതൻ, അഥവാ നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ ലൂസിഫർ, വീണുപോയ ദൂതൻ എന്ന് പറയുന്നത്, പിശാചിന്റെ ലോകം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കെരൂബുകളായിരുന്നു. സ്വർഗത്തിലെ ദൈവം വെട്ടി താഴെ ഇട്ടത് കെരൂബിനെയാണ്. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 28-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നമുക്കറിയാം, ആ ദൂതനെ, ആ കെരൂബിനെ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്റെ സിംഹാസനം പണിയുമെന്ന് പറഞ്ഞ ദൂതനെ ദൈവം വെട്ടി താഴേക്കിട്ടു. അവനാണ് പൈശാചിക ഡിപ്പാർട്ട്മെന്റ്. ഇതൊരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഞാൻ അതിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? Yes. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. Thank you, Jesus. കെരൂബുകൾ ദൈവത്തിന്റെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ പ്ലാറ്റ്ഫോമില്ല പാസ്റ്റർ. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ സംസാരിക്കാം. ഞാൻ നിൽക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ്. ഇതുപോലെ ദൈവം നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ് കെരൂബ്സ്. കാരണം കെരൂബുകളുടെ മുകളിലാണ് ദൈവത്തിന്റെ സിംഹാസനം. Amen. Praise God. Are you with me? Praise God. Hallelujah. Hallelujah. കാരണം വിശുദ്ധ ബൈബിളിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായർ 9:4-5 വാക്യങ്ങളിൽ, എബ്രായർ 9:4-5 വാക്യങ്ങളിൽ, അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം മുഴുവനും, പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്നയിട്ട് വെച്ച പൊൻപാത്രവും അകരോന്റെ തളർത്ത വടിയും നിയമപ്പെട്ടകത്തിന്റെ കൽപ്പനകളുമുണ്ട്. അടുത്ത വാക്യം, അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസിന്റെ കെരൂബുകളുമുണ്ട്. കൃപാസനത്തെ കവർ ചെയ്തിരിക്കുന്നത്, ദൈവത്തിന്റെ ത്രോണിനെ, Amen. 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 ദൈവത്തിന്റെ സിംഹാസനത്തെ കവർ ചെയ്തിരിക്കുന്നത് കെരൂബുകളാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 18-ാം സങ്കീർത്തനത്തിന്റെ എനിക്ക് തോന്നുന്നു 10-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമുണ്ട്. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. Amen. അവൻ കെരൂബിനെ, ദൈവം സഞ്ചരിക്കുന്നത് കെരൂബുകൾക്ക് മുകളിലാണ്. Yes. Hallelujah. Hallelujah. ഈ പ്രസൻസ് ഓഫ് ഗോഡ് ഇവിടെ ഉണ്ടായാൽ, ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്താൽ, ദൈവ മഹത്വം ഇവിടെ ഇറങ്ങി വന്നാൽ, ഇപ്പൊ ദൈവം ഇവിടെ ഇറങ്ങി വരണമെങ്കിൽ കെരൂബുകളില്ലാതെ ദൈവം ഇറങ്ങി വരികയില്ല. Amen. Amen. Yes. കാരണം കെരൂബുകളെ Yes. വാഹനമാക്കിയാണ് അവൻ സഞ്ചരിക്കുന്നത്. Yes. Thank you Holy Spirit. Thank you Holy Spirit. Hallelujah. Hallelujah. ഇനി അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി കേബാർ നദീതീരത്ത് യെഹെസ്കേൽ ഇരിക്കുമ്പോ സ്വർഗം തുറന്ന് ഞാൻ I saw visions of God. നിങ്ങൾക്ക് ഇച്ചിരിയേലും ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചേനെ നിങ്ങൾക്ക് അത് ഉണ്ടാകാൻ. I saw Amen. the visions of God. Amen. ഞാൻ കണ്ടു എന്ന് എഴുതിയിട്ടില്ല. നിങ്ങൾക്കറിയോ, യേശു കർത്താവ് പറയുന്നു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. Amen. കണ്ണിനെ യേശു ഉപമിച്ചത് ലൈറ്റിനോട് കൂടെയാണ്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. നിങ്ങളുടെ സ്പിരിറ്റിന്റെ ഗേറ്റ് ആണ്, നിങ്ങളുടെ സ്പിരിറ്റിന്റെ ഗേറ്റ് ആണ് ഈ കണ്ണ്. Yes. Yes. ഈ കണ്ണുകൊണ്ടാണ്
നിന്റെ സ്പിരിറ്റിലേക്കുള്ളത് നീ എടുക്കുന്നത്. Oh, Rayambo Shantalabaya. ഞാൻ കൂനയായ സ്ത്രീയെ പ്രസംഗിക്കാം. അതാ യേശു പറഞ്ഞ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതാകും. Amen. കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ ഇരുട്ടലാകും. ഒരാളെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ അസാധാരണമായ മാനിഫെസ്റ്റേഷൻ വെളിപ്പെട്ടപ്പോൾ ഈ റീസെന്റ് ബഹ്റിനിൽ ഞാനൊരു ഫാമിലിയോട് സംസാരിച്ച് പ്രൊഫസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ആത്മീക പുത്രൻ ചോദിച്ചൊരു ചോദ്യമാണ്, പക്ഷെ എങ്ങനെയാണ് അവരെ പാസ്റ്റർ അവരുടെ ആ ഡീറ്റെയിൽസും പ്രശ്നം അവരെ ആർക്കും അറിഞ്ഞുകൂടാത്തവരാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, പാസ്റ്റർ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു ഇതുമില്ലാതെ, ബുദ്ധിമുട്ടുമില്ലാതെ, കൺഫ്യൂഷനും ഇല്ലാതെ അവരോട് അവരുടെ മോന്റെ പേര്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പ്രശ്നം, അവരുടെ ബാഗിനകത്തിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്, ഇതെല്ലാം എങ്ങനെയാണ് പറയുന്നത്? ഇങ്ങനെ ക്രൗഡിനെ നോക്കുമ്പോൾ, ജനത്തെ നോക്കുമ്പോൾ, ആത്മതലത്തിൽ നിന്ന് നോക്കുമ്പോൾ, ചുമ്മാ ജഡത്തിൽ നോക്കുകയല്ല, ഇൻ സ്പിരിറ്റിൽ നോക്കുമ്പോൾ ഒരാളിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിയും. നമ്മുടെ കണ്ണല്ലത്, നമ്മളല്ല നോക്കുന്നേ. ആ നോട്ടത്തിൽ തന്നെ അവന്റെ എൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യുകയാണ്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. സ്പിരിറ്റിന്റെ അകത്ത്, നിന്റെ ആത്മാവിനകത്ത് നല്ലതും നിന്റെ ആത്മാവിനകത്ത് തിന്മയും കൊണ്ടുവരാൻ ഈ കതകിന് പറ്റും. ഈ കതകിന്, അതുകൊണ്ടാണ് ഈ കതകിന് ദൈവം ഡോറ് വെച്ചിരിക്കുന്നത്. ഒന്ന് കരമടിച്ച് പ്രവാചകൻ പറയുന്നു, ഞാൻ സ്വർഗീയ ദർശനങ്ങളെ കണ്ടു. മൂന്നാമത്തെ വാക്യം വേഗത്തിൽ, ബിക്കോസ് ഓഫ് ടൈം. ആ കേബാർ നദീതീരത്ത് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൈ എഗസ്കേലിന്റെ മേൽ വന്നു. 4-ാം വാക്യം, ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടോണേ, വടക്ക് നിന്ന് കൊടുങ്കാറ്റും വലിയ മേഘവും. ദൂതനാ, ഹലോ, ക്രിസ്മസ് കാർഡിൽ ഇരിക്കുന്ന ആളാണെന്ന് നോക്കി. വടക്ക് നിന്ന് കൊടുങ്കാറ്റും വലിയ മേഘവും പാളി കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശം, തീയുടെ നടുക്ക് ശുക്ല സ്വർണം പോലെ കാഴ്ച. 5-ാമത്തെ വാക്യത്തിൽ അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം. അവയ്ക്ക് ഒരു ഫേസ് മനുഷ്യ സാദൃശ്യമായിരുന്നു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെ ആയിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവൻ മിന്നിക്കൊണ്ടിരുന്നു. അവ 4 ഭാഗത്തും ചിറകിന് കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു. 4 മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകളിൽ ഒന്നിനോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ ഇവ തിരിയാതെ ഓരോന്ന് നേരെ മുൻപോട്ട് പോകും. ഈ ദൈവ സഞ്ചരിക്കുന്ന വാഹനമാണ് കെരൂബ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും ഒന്നും എടുക്കണ്ട, ഇതിന് തിരിയണ്ട, ഇതിന് ഏത് ആംഗിളും. രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാനുണ്ടെങ്കിൽ ഇതിന് ചുറ്റും വിടുതൽ നടക്കുകയാണ്. ലിസൺ ടു മീ. അവയുടെ മുഖമോ, ലിസൺ, മനുഷ്യമുഖം, സിംഹമുഖം, കാളമുഖം, കഴുകമുഖം. ഇത് പുതിയ നിയമഭാഗത്തിലേക്ക് വന്നാൽ ഈ സ്പിരിച്വൽ ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ, ഡ്രീം ഇന്റർപ്രറ്റേഷനിൽ ഞാൻ വായിച്ച പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും ഞാൻ മനസ്സിലാക്കിയ ചിത്രങ്ങളിലും എനിക്ക് മനസ്സിലായത് the lion face is apostolic. Amen. That eagle face is prophetic. Yes. Wow. Amen. Amen. Yes. Yes. ഈ 4 മുഖങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് പോകാൻ നേരെയില്ല. ഇത് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ദൂതനായ കെരൂബുകളെ കുറിച്ചാണ്. ഓ താങ്ക് യു ലോർഡ് ജീസസ്.
മോനെ അടുത്ത വാക്യോടെ വായിച്ചോ, സമയമില്ലാത്തതുകൊണ്ട്. ഇങ്ങനെയായിരുന്നു അവരുടെ മുഖങ്ങൾ, അവരുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. പാസ്റ്റേ ഇനി സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ, പെട്ടെന്ന് എഗസ്കേലിന്റെ പ്രവചന പുസ്തകം 10-ാം അധ്യായത്തിൽ പോയേ. 10-ാം അധ്യായം 20-21 മെയിൻ പ്രധാന ദൂതനെ ഒന്ന് വ്യാഖ്യാനിച്ച്. മെയിൻ ഏഞ്ചൽ. ഇത് ഞാൻ കേബാർ നദീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. ചിറകിൻ കീഴെ മാനുഷ്യ കൈ പോലെ ഒന്നുണ്ടായിരുന്നു. അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ കേബാർ നദീതീരത്ത് വെച്ച് കണ്ട മുഖങ്ങൾ തന്നെ ആയിരുന്നു. അവയുടെ ഭാഷയും അവയൊക്കെ തന്നെ. അവ ഓരോന്നും നേരെ മുമ്പോട്ട് തന്നെ പോകും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചേ. പാസ്റ്റർജി, എഗസ്കേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിച്ചോ? അവന്റെ കണ്ണ് മിന്നൽ പോലെ ആയിരുന്നെന്നും വായിച്ചോ? 1-ാം അധ്യായം. ജീവിയുടെ നടുവിൽ കത്തിക്കൊണ്ടിരുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ദൈവദൂതന്മാർ ഇതാണെങ്കിൽ ദൈവം എന്നായിരിക്കും? Amen. Amen. Yes. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന ഏഞ്ചൽസ് ഉണ്ട്. Amen. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന മത്തായി 18:10-11 വാക്യത്തിൽ ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ തുച്ഛീകരിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുകയും അവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. അവരുടെ ദൂതന്മാർ, ദാറ്റ്സ് പേഴ്സണൽ ഏഞ്ചൽസ്. അവരുടെ ദൂതന്മാർ, അവരുടെ ദൂതന്മാർ. Thank you, Holy Ghost. Thank you, Holy Ghost. Because of time, ഒത്തിരി കാര്യങ്ങൾ പ്രസ്താവിക്കാനുണ്ട്. ഫൈനലി ഞാൻ പറയാം, നെക്സ്റ്റ് ടൈം ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം. ദൈവദൂതന്മാർ അസംഖ്യമാണ്, എണ്ണമില്ലാത്തതാണ്. എബ്രായർ 12:22 എഴുതിയിരിക്കുന്നു, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൈവദൂതന്മാരുടെ സർവസംഘത്തിനും. അനേകായിരം ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിരിക്കുന്നത്. അതിനെന്നെ എഴുതിയിരിക്കുന്നത് ഇന്യൂമറബിൾ. ഇന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണാൻ സംഖ്യയില്ല അത് പറയാൻ. ഏഞ്ചൽസിന് നിങ്ങൾ വിചാരിക്കുന്ന 3-4 പേരല്ല. യേശു കർത്താവ് ചെറിയൊരു കണക്ക് പറഞ്ഞായിരുന്നു. യേശു ചെറിയൊരു കണക്ക് പറഞ്ഞായിരുന്നു. മത്തായി 26:52-53 വാക്യത്തിലാണ് യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അടുക്കൽ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടായി. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 ആണ്. 12 ലഗ്യോൻ എന്ന് പറയുന്നത് 72,000 ഞാൻ ചോദിക്കട്ടെ, യേശു പറയുന്നു, ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ 72,000 ഏഞ്ചൽസ് ഇവിടെ വരും. പത്രോസേ, നിന്റെ തുരുമ്പിച്ച വാൾ എനിക്ക് വേണ്ട. ഇത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ഞാനൊന്ന് പറഞ്ഞാൽ 72,000 ദൂതന്മാർ ഇവിടെ വരുമെന്ന് യേശു പറയുന്നെങ്കിൽ ഇല്ലാത്തൊരു കണക്ക് യേശു പറയൂ? ഒന്ന് കൈയടിച്ച് കർത്താവിനായി. ഇല്ലാത്തൊരു കണക്ക് യേശു പറയൂ? 72,000 ഏഞ്ചൽസ്. അതിലെ ഒരു ദൂതൻ ഇറങ്ങി വന്ന അശൂർ പാളയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ തീർത്ത്. 72,000 ഒന്നും വേണ്ട. Angels are here. Angels are everywhere. Thank you, Holy Spirit. എന്നാൽ ഈ ഏഞ്ചൽസ് മുഴുവനും 1 പത്രോസ് 3:21-22 എഴുതിയിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തിയും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഏഞ്ചൽസ് എല്ലാം കർത്താവിന് സബ്മിസീവ് ആണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞാൽ. ഏഞ്ചൽസ് എല്ലാം കർത്താവിന് സബ്മിസീവ് ആണ്. റോമർ 8:38-39 വാക്യത്തിൽ വരുമ്പോൾ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന്. റോമൻസ് chapter 8:38-39.
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വേർപെടുത്താൻ കഴിയത്തില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ, മക്കളെ, ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ 1,85,000 പേര് ഒറ്റ രാത്രി തീർന്നെന്നാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവരസംഖ്യമാണെന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ദൂതനാണ് ഒരു ചെങ്ങലയുമായി വന്ന്, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുക, അനന്തര യഹോവയുടെ ദൂതൻ ഒരു ചെങ്ങലയുമായി വന്ന് പിശാചിനെ ബന്ധിച്ച് തീപ്പൊയ്കയിൽ ഇട്ടെന്നാണ്. only one angel. എന്നാൽ ബൈബിൾ പറയുന്നു ദൂതന്മാർക്കോ, വേർഡ് 38, ദൂതന്മാർക്കോ, ദൂതന്മാരെന്നല്ല പറഞ്ഞ, ദൂതന്മാർക്കോ, സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും കൂടെ നിങ്ങളെ പിടിച്ചു വലിച്ചാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഇളകത്തില്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ ശക്തി എന്തുവാ? ഇല്ല, കേട്ടില്ല. ഒന്നുകൂടെ പറയാം. ഏഞ്ചൽസ് ആർ വെരി പവർഫുൾ. ദൂതന്മാർ ശക്തിയുള്ളവരാണ്. ആണോ? കേട്ടിട്ട് എന്ത് തോന്നുന്നു? ആണോ? ബൈബിൾ പറയുന്നു സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും, അസംഖ്യമായ ദൂതന്മാരും കൂടെ ചേർന്ന് നിങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് പിടിച്ചു വലിച്ചാലും ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഇളകി വരത്തില്ലെങ്കിൽ, ദൂതന്മാർക്ക് ഇളക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഞാനും എൻ്റെ ദൈവമായിട്ടുള്ളതെങ്കിൽ ആ സ്നേഹത്തിന്റെ ശക്തി എന്താ? അത് അനുഭവിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈകൾ അടിച്ച് കർത്താവ്, അത് അനുഭവിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ, that love is amazing. Urabakaraba shataraba rakotopose karaba. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, പുത്രൻ അഭിഷിക്തനാണ്, ദൂതന്മാർ അഭിഷിക്തരല്ല. യേശുക്രിസ്തു ഭരണാധിപനാണ്, ദൂതന്മാർ പ്രജകളാണ്. യേശുക്രിസ്തു മെസ്സേജ് ആണ്, ഏഞ്ചൽസ് മെസ്സഞ്ചേഴ്സ് ആണ്. മെസ്സേജ് യേശുവാണ്.